അമ്മ വന്നിട്ട് പറഞ്ഞു എന്താ 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 അമ്മ അവളുടെ അച്ഛൻ മരിച്ചു അമ്മ. ഇത്രയുള്ളോ? ഞാൻ എന്താണാവോന്ന് വിചാരിച്ചു. അപ്പൊ അമ്മയ്ക്ക് എല്ലാം സ്ട്രഗിൾ ചെയ്തിട്ട് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെയായി അമ്മയുടെ മനസ്സ്. അച്ഛൻ പോയിട്ട് കുറേ വർഷമായി, എന്നെ 9 മാസമുള്ളപ്പോൾ പോയതാണ്. ജീവിതത്തിൽ അമ്മ കരയുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. വിറ്റ് പോകുമ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കണത്. അതായത് ഞാനൊന്നുമല്ല, ഇതെന്റെ വീടല്ല എന്നൊക്കെ. ജോലിക്ക് നിൽക്കുകയാണെന്ന് അറിയാം, എങ്കിലും അതിനേക്കാൾ മീതിയായിട്ട് എൻ്റെ വിചാരം ഞാൻ അവിടത്തെയാണ്. ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഒരു മോശക്കേടുമല്ല. ഒരു 8-9 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ പഞ്ചായത്തിൽ പോയി എഴുതി. അത് പാസ്സായി എന്ന് ഇവർ പറയും, പിന്നെ ഇത് എങ്ങോട്ട് പോകുന്ന സ്ഥലം എന്നറിയില്ല. ഇതിന്റെ പിന്നിലൊക്കെ എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടാവാൻ കാരണം സീമ ചേച്ചിയാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. സിനിമാക്കാർക്ക് മാത്രമേ ഞാൻ വീട് വെച്ച് കൊടുക്കുകയുള്ളൂ, ഇനിയും ഞാൻ വീട് വെച്ച് കൊടുക്കും. 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും മഴയത്ത് അങ്ങനെ പുതച്ചും കൂടി ഉറങ്ങുമല്ലോ. പുലർച്ചെ 5 മണിക്കൊക്കെ മഴ പെയ്യുമ്പോൾ ഞാനും അമ്മയും കൂടെ കുട പിടിച്ച് പണിക്ക് പോയിരിക്കും. കാരണം അവർ ബ്രാഹ്മണരാണ്, അവർക്ക് നേരത്തെ അടിച്ചു വാരി തുടയ്ക്കണം. ഞാൻ എപ്പോഴും കാണുന്നത് അമ്മ ഇങ്ങനെ പാത്രം കഴുകണതും ഇതും. അതുപോലെ ഓരോ വീട്ടിലും ഓരോ സോപ്പ് പൊടിയായിരിക്കും. അമ്മയുടെ കൈയൊക്കെ ഇങ്ങനെ മൊത്തം തൊലിയൊക്കെ പോയി ഇങ്ങനെ ചീഞ്ഞിരിക്കണായിരിക്കും സത്യമായിട്ടും. അപ്പോൾ അമ്മ എന്നെ നിൽക്കുന്നത് വലിയൊരു മുസ്ലിം കുടുംബമുണ്ട്. അപ്പൊ അവര് ഒരു ദയ തോന്നിയിട്ടാണ് അമ്മയ്ക്ക് ഒരു സൈഡ് റൂം കൊടുക്കണം. അപ്പൊ അതില് ഞാൻ ചെന്ന് കിടക്കണേക്കാ ഭേദം എനിക്ക് ഇവിടെ നിൽക്കണതായിരുന്നു സേഫ്. ഇതിപ്പോ നമ്മളാണെങ്കിലും ചേട്ടാ ഒരു ഫിലിം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം നോക്കുക? ഇച്ചിരി ഭംഗിയുള്ള നായിക അല്ല, മീൻസ് അല്ല, ഇപ്പൊ ഭംഗിക്കല്ല പ്രാധാന്യം. ഇന്നിപ്പോ ഒരു നായികമാരെ എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് കളറുള്ള കുട്ടികളുണ്ടെങ്കിൽ. ഒരു കാലത്ത് ഷൂട്ടിംഗ് കാണാൻ കൊതിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ ഒന്നും ആരും കൊണ്ടുപോകാനൊന്നും നമ്മളെ. ആ സ്ഥാനത്ത് ഇനി മായയുടെ ക്ലോസ് ആണ് കേട്ടോ എന്ന് പറയുന്നൊരു, അങ്ങനെ പറയുമ്പോ അതാണ് അയ്യോ അതെന്റെ ഭയങ്കര സന്തോഷം എനിക്ക്. മായ കൃഷ്ണയാണ് നമുക്കിപ്പോൾ. ഹായ്, നമസ്കാരം. നമസ്കാരം ചേട്ടാ. മായ ഇടയ്ക്കൊരു ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ആരൊക്കെ വീട്ടിലുണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മയും ഞാനും അമ്മയും ഞാനും അമ്മയും ഞാനും. അപ്പൊ മൊത്തം 4 പേരുണ്ടെന്ന്. മൊത്തം 4 പേരുണ്ടെന്ന് പറഞ്ഞു. 2 പേരേ ഉള്ളൂ. 2 പേരേ ഉള്ളൂ. എന്തേ ആളിന്റെ എണ്ണം കൂട്ടാത്തത് എന്താ? ആളുടെ എണ്ണം സമയമില്ല ചേട്ടാ. അല്ല, ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏട്ടൻ്റെ ചിരി, പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങള് എല്ലാം ഭയങ്കര ബ്രില്യൻ്റ് ആണ്. അപ്പൊ ഇനി ഞാൻ വന്നിരുന്നിട്ട് ആ ബ്രില്യൻസ് ഇപ്പൊ പൊളിക്കും ഞാൻ. എന്റെ അങ്ങനത്തെ ഒരു ബ്രില്യൻസ് ആൻസറും പ്രതീക്ഷിക്കണ്ട. എനിക്കത് അറിഞ്ഞുകൂടാ. ഈ സത്യത്തില് മഴവിൽ മനോരമയിൽ ഞാൻ പ്രോഗ്രാം കാണുന്ന സമയത്ത് മണിക്കൂട്ടനുമായിട്ട് ചെയ്യുന്ന കൗണ്ടർ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എനിക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്, സത്യത്തിൽ സിനിമയിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള വേഷം കോമഡിയാണ് ഇഷ്ടം. എനിക്ക് കോമഡി ഇഷ്ടമാണ്, എന്നാലും എനിക്ക് സെന്റി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മാധവിയൊക്കെ ചെയ്തൊരു റോൾ ഉണ്ടല്ലോ ആകാശദൂതില്, അത് വേറെ ലെവൽ. അല്ല, അവിടേക്ക് എത്തൂല നമ്മള്, അല്ല അങ്ങനെയല്ല. പക്ഷെ എനിക്ക് അങ്ങനെ കരഞ്ഞ് നമ്മുടെ സെന്റി അതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞിട്ടുള്ള ആളാ, എന്നിട്ടും കരഞ്ഞു മതിയായില്ല. ജീവിതത്തില് കരഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് ഈ വാടകയ്ക്ക് സ്ഥലം കിട്ടാതെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല 5-ലും 6-ലൊക്കെ പഠിക്കുമ്പോ അപ്പൊ സങ്കടം വന്നിട്ടുണ്ട്. അല്ലാതെ ലൈഫിൽ കരഞ്ഞത് വളരെ കുറവാ. കാരണം അമ്മ ഭയങ്കര ബോൾഡായിരുന്നു. ഞാൻ അമ്മയെ കണ്ടാ വളർന്നെ. അമ്മ ആകെ കൂടെ സങ്കടം വന്നത് അമ്മയ്ക്ക് ഒരു സിറ്റുവേഷനിൽ അച്ഛൻ ഇട്ടിട്ട് പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലാണ്. ഇപ്പൊ ഇങ്ങനെ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് എന്തായിരുന്നു തോന്നിയേ അച്ഛൻ പോയപ്പോ എന്നുള്ളത്. അത് ഞാൻ ഇപ്പോഴാട്ടോ ചോദിക്കണേ. വർഷങ്ങളായിപ്പോ അച്ഛൻ പോയിട്ട് കുറേ വർഷമായി, എന്നെ 9 മാസമുള്ളപ്പോ പോയതാണ്. ഇപ്പോഴാണ് ഞാൻ അമ്മയോട് ചോദിക്കണേ. അമ്മ എല്ലാം കൂളാണേ. അമ്മ ജീവിതത്തിൽ അമ്മ കരയുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അമ്മ കരഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും. അമ്മേനെ കണ്ടിട്ടല്ലേ ഞാനും. അപ്പോൾ ഞാൻ അമ്മടുത്ത് വെച്ചു അച്ഛൻ പോയ സമയത്ത് അമ്മയ്ക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു പോയി എന്ന് അമ്മ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ അത്രയും സന്തോഷം ഹാപ്പി ആയിട്ടാണ് അമ്മേനെ ഒരു വാടക വീട്ടിലാക്കിയിട്ട് പോണേ. അപ്പൊ പിന്നീട് മനസ്സിലായി, പോലീസുകാരൊക്കെ പറഞ്ഞു ഇനി വരും എന്ന് തോന്നണില്ല, 2-3 മാസമൊക്കെ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇനി വരും തോന്നണില്ല പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു. അപ്പൊ എനിക്കിങ്ങനെ തലയ്ക്കടി കിട്ടിയ പോലെ ഇങ്ങനെ തോന്നി. അപ്പൊ ആ ഒരു നിമിഷം അമ്മ കരഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അമ്മ കരഞ്ഞിട്ടേ ഇല്ല. ഇപ്പൊ ഇന്ന് വരെ അമ്മേനെ ഞാനായിട്ട് കരയിച്ചിട്ടില്ല, അമ്മയായിട്ട് അങ്ങനെ കരഞ്ഞിട്ടുമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ ഇപ്പം ഒരു 5-6 കൊല്ലം മുമ്പ് എൻ്റെ ഫ്രണ്ടിന്റെ അച്ഛൻ മരിച്ചു. അപ്പൊ എന്നെ അവള് ഉറക്കെ വിളിച്ച് ഇങ്ങനെ കരഞ്ഞ്, എനിക്ക് അച്ഛനായിരുന്നു എല്ലാം, എൻ്റെ അപ്പച്ചൻ പോയി മായേന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് കരഞ്ഞു. അപ്പൊ എനിക്കും സങ്കടം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്നെ കരയല്ലേ, എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ആശ്വസിപ്പിക്കുക. അപ്പൊ അമ്മ അടുക്കളയില് അമ്മ വന്നിട്ട് പറഞ്ഞു എന്താ 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 ഞാൻ അങ്ങനെ ആശ്വസിപ്പിക്കുക. അപ്പൊ അമ്മ പറഞ്ഞു അവളുടെ അച്ഛൻ മരിച്ചു അമ്മ. ഇത്രയുള്ളോ?
ഞാൻ എന്താണാവോന്ന് വിചാരിച്ചു. ഓ. അപ്പൊ ഞാന് അപ്പൊ അമ്മയ്ക്ക് എല്ലാം സ്ട്രഗിൾ ചെയ്തിട്ട് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും അത്ര അങ്ങനെയായി അമ്മയുടെ മനസ്സ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിരിച്ചു പോയി. അമ്മ അത് പറയണ കേട്ടപ്പോ ഇത്രയുള്ളോ, ഞാൻ എന്താണാവോന്ന് വിചാരിച്ചു. അപ്പൊ മരണത്തേക്കാ പിന്നെ എന്താ ഉള്ളത്. അപ്പൊ അതുപോലും അമ്മയ്ക്ക് ഒന്നും അല്ലാതെ ആയി. സ്നേഹിച്ചാണല്ലോ കല്യാണം കഴിച്ചത്. അമ്മയുടെ അവരുടെ ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ അച്ഛന് ഇഷ്ടപ്പെട്ടപ്പോ അമ്മോട് വന്ന് ചോദിച്ച്. അപ്പൊ അന്ന് ഈ ജാതിയും ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ അച്ഛൻ കുറച്ചും കൂടെ ഉയർന്ന ജാതിയാ, നമ്പീശന്മാരാ, ഈ അമ്പലത്തിൽ മാലയൊക്കെ കെട്ടുന്ന ആൾക്കാരാ. അപ്പൊ അവർക്കാർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ അമ്മയുടെ ലൈഫും അത്ര വലിയ സുഖമുള്ള ലൈഫ് അല്ലായിരുന്നു. വീട്ടില് 30 വയസ്സായിട്ടും കല്യാണം കഴിച്ചു കൊടുക്കാതെ അമ്മയെ ജോലിക്ക് വിട്ട് ഉള്ള കുടുംബമായിരുന്നു അമ്മയുടെ ലൈഫ്. അപ്പൊ ഒരാളിങ്ങനെ വന്നപ്പോ അമ്മയെ കല്യാണം കഴിക്കാൻ വന്നപ്പോ അമ്മ വിചാരിച്ചു, വിശ്വസിച്ച് അങ്ങനെ ശരി എന്നാ കഴിക്കാം എന്ന് പറഞ്ഞു. വീട്ടുകാർ സമ്മതിച്ചില്ല. അപ്പോഴും ജാതി ഇതാണ്, വലുതാണ്, അവര് വലിയ ആൾക്കാരാണ് എന്നൊക്കെ ഒന്ന് സമ്മതിച്ചില്ല. പിന്നെ അച്ഛൻ കൊണ്ടുവന്ന് അമ്മ രജിസ്റ്റർ മാരേജ് ചെയ്യാ ചെയ്തത്. ഇതൊക്കെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരിക ചെയ്ത. പിന്നെ 1.5 കൊല്ലം അച്ഛൻ കൂടെ ഇരുന്നു. പിന്നെയാണ് അച്ഛൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു, ഇനിയിപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അമ്മയുടെ വീട്ടിലേക്ക് അമ്മേനെ കയറ്റിയില്ല. ഇപ്പോഴും നമ്മൾ ബന്ധമൊന്നുമില്ല. ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ടാട്ടാ. അപ്പൊ അങ്ങനെ അപ്പൊ അച്ഛൻ്റെ അച്ഛനെ മാറ്റിയതാണ്. വേറെ കല്യാണമൊക്കെ കഴിപ്പിച്ചു. പെണ്ണിനെ കൊണ്ട് കല്യാണം. അങ്ങനെ മായ അമ്മയുടെ വയറ്റിലുള്ള സമയത്താണ് 9 മാസം പ്രസവിക്കാനായിട്ട് 1.5 ആഴ്ച ഉള്ളപ്പോഴാണ് വാടക വീട്ടിലാക്കിയിട്ട് അച്ഛൻ പോണേ. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ അമ്മയായിട്ട് ഭയങ്കര കമ്പനിയാണെന്ന് പറയുമ്പോൾ റോഡിൽ കൂടെ വായി നോക്കി നടക്കുന്ന സമയത്ത് അമ്മയും മോളും കൂടെ ഉള്ള കോൺവെർസേഷൻ ഞാൻ അമ്മോടാണ്. എന്തെന്നറിയോ, ഞാൻ ചെറുപ്പത്തിലെ അമ്മയല്ലേ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുക. അപ്പൊ ഞാനിങ്ങനെ പറയും, അമ്മ ചക്കൻ നല്ല ഭംഗിയില്ലേ, അപ്പം കുഴപ്പമില്ല, പക്ഷെ മറ്റത് എനിക്കിഷ്ടായ. പിന്നെ ഇപ്പോഴും എന്ത് വേണമെങ്കിൽ പറയാം, ഞാൻ അങ്ങനെ എടുക്കുള്ളൂ എന്ന് അമ്മയ്ക്ക് അറിയാം. അതിന്റെ ഒരു സെൻസ് മനസ്സിലാക്കുന്നു. ഈ കോമഡി പറയുന്ന ഒരാളുടെ ജീവിതത്തില് കുറച്ചു കാലമായിട്ടേ ഉള്ളൂ വീടൊക്കെ സ്വന്തമായിട്ട് ഉണ്ടായിട്ട്. അതൊരു വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. ശരിക്കും പറഞ്ഞാൽ വീടില്ലാത്തൊരവസ്ഥയിൽ വേറൊരു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ മായ സംസാരിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയത് എന്താന്ന് വെച്ചാല്, ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ പണവും പത്രാസും ഒക്കെ കണ്ടിട്ട് അത് എന്റെയാന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറുപ്പത്തില് ഭയങ്കര, ഇപ്പോഴും വിഡിത്തത്തിന് കുറവൊന്നുമില്ല, പക്ഷെ ചെറുപ്പത്തിലെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്നെ ഡോക്ടർ എഞ്ചിനീയർ ആണല്ലോ കല്യാണം കഴിക്കാൻ പോണത്, അപ്പൊ പിന്നെ സാധാരണ ആൾക്കാരെ നോക്കേണ്ട കാര്യമില്ലല്ലോ. അതെന്ന് വെച്ചെങ്കിൽ അവരുടെ മക്കളെ കല്യാണം കഴിക്കുന്നത് ഡോക്ടർ എഞ്ചിനീയർ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ തന്നെ അവർ ഭയങ്കര കാശുകാരാണ്. അപ്പൊ ബന്ധുക്കൾ വരുമ്പോ ഞാൻ ആദ്യം ചോദിക്കും, എന്താ ചെയ്യണേ ചെക്കൻ, എന്താ ചെയ്യണേ? അപ്പൊ അവര് പറയും എഞ്ചിനീയർ ആണ് അമേരിക്കയിൽ. ഞാനിവിടാ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന കുറെ കാലങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് ചിരി സഹിക്കാൻ പറ്റില്ല. ഈശ്വര, ഞാൻ ഇതൊക്കെയാണോ ചിന്തിച്ചിരുന്നത് എന്ന്. ഏത് പ്രായം വരെയാണോ അങ്ങനെ നിന്ന് പഠിച്ചതൊക്കെ? ഞാൻ ഡിഗ്രി 3rd ഇയർ വരെ അവരുടെ വീട്ടിലായിരുന്നു, 5ാം ക്ലാസ് മുതൽ. അത്രയും നാള് നിന്നു. അത്രയും നാള് നിന്നു. അപ്പൊ പിന്നെ അങ്ങനെ ചിന്തിക്കണേല് കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ. പക്ഷെ എങ്കിലും ഏത് പ്രായത്തിപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്? അത് സത്യം പറയട്ടെ, ഇവര് വിറ്റ് പോകുമ്പോ, അതായത് ഡിഗ്രി 3rd ഇയർ, ഡിഗ്രി 3rd ഇയറിന്റെ എക്സാം ഒക്കെ ആ സമയത്താണ് ഇവർക്ക് തീരെ വയ്യാതായി. പിന്നെ വയസ്സായവരാണ് ഞാൻ നോക്കാൻ നിന്നത്. അപ്പൊ ഒരു വിറ്റ് പോകുമ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കണത്. അതായത് ഞാനൊന്നുമല്ല, ഇവര് പോവുകയാണ്, ഇതെന്റെ വീടല്ല എന്നൊക്കെ. അല്ലെങ്കിൽ അറിയാം നമുക്ക് കുറച്ച്, പക്ഷെ എന്നാലും നമ്മൾ ആ വീട്ടിൽ തന്നെ നിൽക്കണോണ്ട് നമ്മുടെ വിചാരം നമ്മുടെയാണ്. പിന്നെ ഞാനും അവിടെ തമിഴാ പറയാ, അവര് ബ്രാഹ്മിൻസ് ആയതുകൊണ്ട് ഞാനും തമിഴ് പറയുന്നു. ഞാൻ അവര് എങ്ങോട്ട് പോകുമ്പോഴും എന്നെ കൊണ്ടുപോകും. ഇപ്പൊ എറണാകുളത്ത് കല്യാണത്തിന് പോവുകയാണെങ്കിൽ എന്നെ കൊണ്ടുപോകും. അപ്പൊ അവരുടെ കൂടെയല്ലേ ഞാൻ 24 മണിക്കൂറും. അപ്പൊ എന്റെ വിചാരം ഞാൻ അവിടത്തെയാണ് എന്നൊരു ജോലിക്ക് നിൽക്കുകയാണെന്ന് അറിയാം, എങ്കിലും അതിനേക്കാൾ മീതിയായിട്ട് എന്റെ വിചാരം ഞാൻ അവിടത്തെയാണ്. അല്ല, അപ്പൊ അമ്മയൊക്കെ കാണാൻ വരുമോ? അമ്മ വൈകുന്നേരം എന്നെ കാണാൻ വരും. അമ്മയും വേറൊരു വീട്ടിൽ, ഒരു ഡോക്ടറിന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മ എന്നെ വൈകിട്ട് കാണാൻ വരും. എന്നിട്ട് അമ്മ വാടക വീട്ടിൽ പോകും എന്നെ കാണാം. കാരണം ഞാൻ അവിടെ വയസ്സായവരായതുകൊണ്ട് ഞാൻ അവിടെ സ്ഥിരം നിൽക്കുകയായിരുന്നു. പിന്നെ എനിക്കും ഒരു സേഫ് അവിടെയായിരുന്നു. അത്ര വണ്ടിയാണോ എന്ന് ചോദിക്കാനുള്ള കാരണം ഇപ്പോഴും ആണല്ലോ. അല്ല, വണ്ടിയുടെ അല്ല ചേട്ടാ. അതായത് ഞാനാണ് അവിടെ കടയിൽ പോണത്, പൈസ കൈകാര്യം ചെയ്യുന്നത്. മുത്തശ്ശിയുടെ ഗോൾഡ് ഒക്കെ അവിടെ ഇഷ്ടം പോലെ. അല്ല, ഞാൻ ഇടയ്ക്ക് കേട്ടെന്ന് വെച്ചാൽ ഈ വേറെ ആരുടെയൊക്കെ യൂണിഫോം ഒക്കെയാണ് സ്കൂളിൽ പോകുന്നത്. അപ്പം അപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അവിടെ നിൽക്കുകയാണ് ഇല്ല,
അത് ചെറുപ്പത്തിലേ ഞാൻ ഓ, 5-ാം വയസ്സ് മുതൽ നിന്നതുകൊണ്ട് അതെ അത് മാത്രമല്ല 5-ാം ക്ലാസ് മുതലേ ഞാൻ ഓരോരുത്തരുടെ അമ്മ കൊണ്ടുവരുന്ന ഡോക്ടേഴ്സിന്റെ മക്കളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വളർന്നത്. ചെറുപ്പം തൊട്ടേ ഞാൻ അങ്ങനെ തന്നെയാ. അല്ലാണ്ട് എനിക്ക് തയ്ച്ചൊരു ഡ്രസ്സ് ഞാൻ ഇട്ടത് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ്. അപ്പൊ അത് തിരിച്ചറിയാൻ പറ്റിയില്ല ഇല്ല, തിരിച്ചറിയാൻ അത് ഞാൻ ഓർക്കുന്നില്ല. അതാണ് സത്യം, ഓർക്കണില്ല ഞാന്. അവര് എനിക്ക് ഡ്രസ്സ് തരും, ചിലപ്പോൾ 2 കവർ നിറച്ചൊക്കെ ഡ്രസ്സ് തരും. അപ്പൊ എനിക്കത് പുതിയതാണ്. അവര് തരുന്ന ഡ്രസ്സൊക്കെ എനിക്ക് പുതിയതാ. ഞാൻ എല്ലാ ഡ്രസ്സും ഇട്ട് നോക്കും, ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അമ്മ പറയും അവര് ഡ്രസ്സ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ. അപ്പം അമ്മ എന്നെ കാണാൻ വരുമ്പോ ഡ്രസ്സ് കിട്ടിയാ എനിക്കതൊക്കെ അതങ്ങനെ വളർന്നുകൊണ്ടായിരിക്കും ഇപ്പോഴും ഡ്രസ്സ് കിട്ടുക എന്ന് പറയുമ്പോ ഡ്രസ്സ് കിട്ടുമോ അങ്ങനെ ഒരു ഇതായിരുന്നു. അതേ ഓർമ്മ തന്നെയാണ് ഇപ്പോഴും. ഇപ്പോഴാണ് ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ വാങ്ങിച്ചു തുടങ്ങിയത്. നമുക്ക് പൈസ ആയപ്പോഴാണ്. അതുവരെയൊക്കെ ഞാൻ രചന ചേച്ചിയുടെ യൂണിഫോം ഒക്കെ ഇട്ടിരുന്നത്. ചേച്ചി എന്നിട്ട് എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടിട്ട് ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടു, അയ്യോ എന്തിനാ അതൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു പറയണം, അതിനിപ്പോ എന്താ കുഴപ്പം. അതൊക്കെ ഒരു മോട്ടിവേഷൻ അല്ലേ. കാരണം ചിലപ്പോൾ എന്നെക്കാളും കഴിവില്ലാത്ത കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കും എന്നെ പോലെ വരാൻ പറ്റും എന്നൊരു കോൺഫിഡൻറ്റ് അവർക്കും ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും എനിക്ക് അതിൽ മോശമൊന്നും തോന്നുന്നില്ല. കാരണം മാന്യമായിട്ട് നമ്മൾ ഇത്രയും കാലം ജീവിച്ചതും എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഒരു മോശക്കേടുമല്ല. അങ്ങനെ സർവൈവ് ചെയ്ത് വന്ന ഒരാളായതുകൊണ്ടാണ്. കാരണം എന്താണെന്നറിയോ, ഇനിയിപ്പോ ഇതിന്ന് നമുക്ക് ഒരു പക്ഷെ താന്നു പോയാലും എനിക്ക് പേടിയില്ല. കാരണം എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ മായ എൻ്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത് സാധാരണ ഒരു കോമഡി ചെയ്യുന്ന സീരിയൽ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലല്ല. അതായത് അങ്ങനെ സർവൈവ് ചെയ്ത് വന്ന് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ അത് റിയലൈസ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ഇതെൻ്റെതല്ല, ഇതെൻ്റെ വീടല്ല, ഇത് ഇങ്ങനെയല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ട്. അതൊരു ഷോക്കിംഗ് പീരീഡ് ആയിരുന്നോ? അതെങ്ങനെയാ റിയലൈസ് ചെയ്തത്? ഷോക്കൊന്നും ഉണ്ടായില്ല. അതായത് ചെറിയൊരു ഉദാഹരണം പറയാം. ഞാനാണല്ലോ അവിടെ ജോലി, അങ്ങനെ 5-ാം ക്ലാസ് 6-ാം ക്ലാസ് മുതലേ ഞാൻ ഈ സാധനങ്ങൾ മേടിക്കാൻ എന്നെ പറഞ്ഞു വിടും മുത്തശ്ശൻ. കാരണം പറയാം നീ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അതുമാതിരി ഗ്യാസ് മാറ്റി വെക്കാൻ അതെല്ലാം മുത്തശ്ശൻ പറഞ്ഞുതരും. മറ്റേ ഗ്യാസ് നമ്മൾ കുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി വെക്കാം, അതൊക്കെ എനിക്ക് പറഞ്ഞുതരും. കാരണം നീ ഒറ്റയ്ക്കേ ഉള്ളൂ, നീ എല്ലാം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ. അപ്പോൾ ഇവിടെ മുത്തശ്ശൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് എന്നെ കടയിലേക്ക് പറഞ്ഞയക്കും, ഇന്ന കടയിലാണ് എന്ന്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എന്നെ കടയിൽ കൊണ്ട് നിർത്തി അവിടുത്തെ സാധനങ്ങളൊക്കെ അന്ന് ഈ പൊതിഞ്ഞ് കെട്ടണതാണ്. സൂപ്പർ മാർക്കറ്റുകളൊന്നും വലിയ കാര്യമായിട്ടില്ല. അപ്പോൾ അവർ കെട്ടിത്തരും, കവറിലാക്കി തരും, അത് ഓട്ടോയിൽ വെച്ച് തരും. ആ ഓട്ടോയിൽ തന്നെ ഞാൻ തിരിച്ചിങ്ങോട്ട് പോരും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ സാധനങ്ങൾ മേടിക്കുക, 10 കിലോ അരി, 5 കിലോ പഞ്ചസാര, 2 കിലോ വെളിച്ചെണ്ണ, അങ്ങനെ ഒരു മാസത്തേക്കുള്ളതാ മേടിച്ചു വെക്കുക. അങ്ങനെയാണ്. അപ്പം ഞാൻ അടുക്കള നിറച്ചും കണ്ടു വളർന്നതാ. പക്ഷെ അതിന്ന് പെട്ടെന്ന് ഇവര് വിറ്റുപോയപ്പോൾ പിന്നെ അമ്മയും ഞാനും ഒരുമിച്ചായല്ലോ. കുറച്ച് വാടക വീട്ടിലേക്ക് ഞങ്ങൾ മാറിയല്ലോ. ഞാനും കൂടെ അമ്മയുടെ കൂടെ ആയപ്പോൾ 250 പഞ്ചസാര, 100 വെളിച്ചെണ്ണയൊക്കെ ആയി. അങ്ങനെ മാർഗേ നമുക്ക്. അപ്പം ഞാൻ അല്ല അമ്മ മുത്തശ്ശൻ്റെയോടൊപ്പം നമ്മൾ 2 കിലോ വെളിച്ചെണ്ണ മേടിക്കാറുണ്ടല്ലോ, അപ്പം നമ്മൾ 100 ഉള്ളോ. ആദ്യം ഞാൻ അങ്ങനെ ഒരു ചോദ്യമൊക്കെ അമ്മോട്. അപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ, ഓ നമ്മൾ അത്രേ ഉള്ളൂല്ലേ, നമ്മളപ്പം ഇത്രയല്ല, നമ്മൾ ഇത്രേ ഉള്ളൂ എന്നൊക്കെ മനസ്സിലായി. പിന്നെ അതിനോട് യോജിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ അതിങ്ങനെ ഞാൻ പിന്നെ എന്താണെങ്കിൽ പെട്ടെന്ന് റിക്കവർ ആവും എല്ലാത്തിനും. അതെന്നെ ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് മനസ്സിലിട്ടിരിക്കില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് മാറും. പിന്നെ വീണ്ടും ഡാൻസും പാട്ടോ അങ്ങനെയൊക്കെ കുറച്ചു നേരം TV കണ്ട് അത് മാറും. അങ്ങനത്തെ ഒരു ഇതാണ്. അങ്ങനെ വിഷമം എപ്പോഴും ഉള്ളില് ഇല്ല. ഇതിനിടയിലൊക്കെ ഡാൻസ് ഒക്കെ എപ്പോഴും പഠിച്ചെടുത്തു. ഡാൻസ് ഒരു ബ്രാഹ്മിൻസ് ആണല്ലോ, അപ്പൊ അവർക്ക് ഈ ഡാൻസും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നെ അങ്ങനെ അവര് കൊണ്ടാക്കിയതാ. എല്ലാ ഞായറാഴ്ച 4 മണിക്കാ. അപ്പൊ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പോവാനുള്ള സമയമുണ്ട്, 4 മണി തൊട്ട് 6 മണി വരെ. അപ്പൊ അവരങ്ങനെ വിടും. അതാണ് പിന്നെ ഗുണം ചെയ്തത്. അതെ, അവരങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് ആണ് കൂടുതലും പഠിച്ചിരിക്കണേ. അപ്പൊ അവരങ്ങനെ. അല്ല, എന്നിട്ട് സിനിമാറ്റിക് പഠിച്ചപ്പോഴാ? സിനിമാറ്റിക് പഠിച്ച അവരങ്ങനെ അതൊക്കെ വിറ്റുപോയല്ലോ. അങ്ങനെ വിറ്റുപോയപ്പോ ഈ ക്ലാസിക്കൽ ഡാൻസിന് ഞാൻ ഈ കലാമണ്ഡലം കുട്ടികളുടെ കൂടെ വലിയ ലിമെറേഡിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എറണാകുളത്ത് അവിടെ വിദേശികളൊക്കെ വരും. അപ്പൊ അവർക്ക് ഈ കഥകളി മോഹിനിയാട്ടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഐഡിയ സ്റ്റാർ സിംഗറിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്, ബാക്ക്ഗ്രൗണ്ട് കളിക്കാൻ. പാട്ട് നജീം അർഷാദൊക്കെ പാട്ട് പാടുമ്പോൾ അബ്ബാസൊക്കെയാണ് അന്ന് ആ ടൈമിൽ. അപ്പൊ അങ്ങനെ ഡാൻസ് കളിക്കാനാണ് ഞാൻ പോണേ. അപ്പൊ അവിടെ പോയിട്ട് ജിതു എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ട് അവളാണ് എന്നെ
ആലപ്പുഴയിൽ ഒരു ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടാക്കി. അപ്പോൾ ചേച്ചി ക്ലാസിക്കൽ മാത്രം പഠിച്ചാൽ ചേച്ചിക്ക് ജീവിക്കാൻ പറ്റില്ല, നമ്മൾ കോമഡി ഷോസിലൊക്കെ ഡാൻസ് കളിക്കണമെങ്കിൽ നമുക്ക് സിനിമാറ്റിക്കും പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ അവളാണ് എന്നെ കൊണ്ടുപോയത്. സിനിമാറ്റിക് കളിക്കുമ്പോൾ എന്താ വെച്ചെങ്കിൽ ഒത്തിരി വേദികൾ കിട്ടും, ഇങ്ങനെ ഷോസ് ഒക്കെ വരുമ്പോൾ. ക്ലാസിക്കലിന് അങ്ങനെ വേദികൾ കുറവാണ്, അമ്പലങ്ങളിലൊക്കെ കളിക്കാനുള്ള ഒരു ഇതേ ഉള്ളൂ. ക്ലാസിക്കൽ മറ്റേത് അങ്ങനെയല്ലല്ലോ, സിനിമാറ്റിക് അങ്ങനെയല്ല, നമുക്ക് എവിടെയും വേദികളുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ അതിന് പോയി തുടങ്ങിയത്. അവിടുന്നാണ് മഴവിൽ മനോരമയിൽ വരുന്നത്. ഈ വാടക വീട്ടിലേക്ക് അമ്മയും മോളും കൂടെ നിൽക്കുന്ന സമയത്താണ് സങ്കടം ഉണ്ടാക്കിയ സംഭവം എന്ന് പറഞ്ഞു. അത് വാടകയ്ക്ക് വീട് കിട്ടാതായത് കാശില്ലാത്തത് കൊണ്ടാണോ എന്താണ്? കാശില്ലാത്തതുകൊണ്ട് ഒന്ന്, കാരണം അന്ന് 500 ഉള്ളൂ കേട്ടോ വാടക. പക്ഷെ നമുക്ക് അന്ന് 250 ഉള്ളൂ ശമ്പളം ഒരു മാസം, ദിവസമല്ല ഒരു മാസം. അപ്പം നമുക്ക് വീട് കിട്ടാൻ പ്രയാസം ഒന്ന്. പിന്നെ അമ്മയും മോളും മാത്രമായതുകൊണ്ട് ആൾക്കാർക്ക് വീട് തരാനൊരു ബുദ്ധിമുട്ടായിരുന്നു. ഒഴിഞ്ഞു പോവോ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത്. പിന്നെ നമ്മളെ അറിയുന്നവർ ആണ് തന്നിരുന്നത്. അതും ഒരു വീട് അങ്ങനെയൊന്നും എടുക്കാനുള്ളതൊന്നും നമുക്കില്ല. ഒരു വീടിന്റെ സൈഡ് റൂം 300 രൂപ വാടകയ്ക്ക്, അങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത്. എന്നിട്ട് പിന്നീട് ഈ കാശൊക്കെ ഉണ്ടാക്കി സ്വന്തം വീടൊക്കെ വെക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു? ഇല്ല, സ്വന്തം വീട് വെക്കണം എന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. അതെന്താന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ട് നടക്കില്ല എന്ന് എനിക്കറിയാം. സ്ഥലവും ഇല്ല. സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും വീട് വെക്കാം എന്നൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവും. സ്ഥലവും ഇല്ല. അങ്ങനെ ഞങ്ങൾ കുറേ പഞ്ചായത്തിലേക്ക്, അന്ന് ഞാനും അമ്മയും അങ്ങനെ പണിക്ക് പോവാണല്ലോ. അപ്പം എല്ലാവരും പറയും, മായ ഇങ്ങനെ എഴുതി കൊടുക്ക്, സർക്കാരിൽ നിന്ന് ഭൂമി പാസ്സാവും, നിങ്ങൾക്ക് വേറെ ആണുങ്ങളും അതൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി പോയിട്ടുണ്ട് ചേട്ടാ പഞ്ചായത്തിലേക്ക്. ഒരു 8-9 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ പഞ്ചായത്തിൽ പോയി എഴുതി. അത് പാസ്സായി എന്ന് ഇവർ പറയും, പിന്നെ ഇത് എങ്ങോട്ട് പോണ സ്ഥലം എന്നറിയില്ല. അല്ല, പക്ഷെ വിധവയാണ്, പെൺകുട്ടിയാണ്, ഹസ്ബൻഡ് ഉണ്ട്, പക്ഷെ അമ്മയ്ക്കും ഉണ്ട്, പക്ഷെ ഉപകാരം ഇല്ലല്ലോ. അതുകൊണ്ട് വിധവയുടെ പോലെ തന്നെ അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ പഞ്ചായത്തിലേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് ഒരുമാതിരി ഒരു കളിയാക്കൽ പോലെയായിരുന്നു ഞങ്ങളൊക്കെ എഴുതി കൊടുക്കാൻ പോകുമ്പോൾ. അപ്പോൾ അന്ന് ഒരു ദിവസം അമ്മയുടെ കഴുത്തിൽ ഒരു ചെറിയ മാല കിടപ്പുണ്ടായിരുന്നേ, റോൾഡ് ഗോൾഡ്. സാറേ ഞങ്ങൾ എഴുതി തരാൻ വന്നതാണ്. ഓ, എന്തിനാ നിങ്ങൾ അതിനെ എഴുതി കൊടുക്കണം, ഈ അമ്മയുടെ കഴുത്തിലെ മാല വിറ്റാ പോരെ സ്ഥലം മേടിക്കാൻ എന്ന് ചോദിച്ച്. അയാൾക്കറിയാം നമ്മുടെ സിറ്റുവേഷൻ, പക്ഷെ നമ്മളെ അങ്ങനെ ഇൻസൾട്ട് ചെയ്ത് വിട്ടിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ സാർ ഒരു കാര്യം ചെയ്യും, സാറ് ഈ മാല വിറ്റിട്ട് ഞങ്ങൾക്ക് സ്ഥലം മേടിച്ചതാ. ഓ, റോൾഡ് ഗോൾഡ് ആണല്ലേ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ഇൻസൾട്ടിങ് അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു, വേണ്ട അമ്മ ഇനി പോണ്ട, എന്തിനാ അമ്മ അങ്ങനെ നാണം കെടാൻ പോണത്, വേണ്ട അമ്മേ, നമുക്ക് വാടകയ്ക്ക് സ്ഥലം കിട്ടില്ല, അത് മതി. അന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ എഴുതി കൊടുക്കൽ നിർത്തി. അങ്ങനെ കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് വാടക വീട് നമുക്ക് യോജിച്ച സാധനങ്ങളൊക്കെ കിട്ടിയോ ആ സമയത്ത്? ആ സമയത്ത് കിട്ടിയില്ല. അപ്പോഴും നമ്മളൊരു വീടിൻ്റെ സൈഡ് റൂമിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. പിന്നീടാണ് നമ്മളിങ്ങനെ ഐഡിയ സ്റ്റാർ സിംഗറിൽ കളിക്കാൻ വന്നു. അങ്ങനെ കളിക്കാൻ വന്നപ്പോൾ ഈ കുട്ടിയായിട്ട് പരിചയമായി. അങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ പോയിട്ട് ഇങ്ങനെ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ പഠിച്ച് അങ്ങനെ കുറേ. അപ്പം അതിന്ന് 1200 രൂപ കിട്ടി തുടങ്ങി. സിനിമാറ്റിക് ഡാൻസിന് പോകുമ്പോൾ 1200. അപ്പോൾ 2 സ്റ്റേജൊക്കെ ഉണ്ടാവും ഒരു ദിവസം. അപ്പം നമുക്ക് 1000, 2000, 2400 രൂപയൊക്കെ ഒരു ദിവസം കിട്ടി തുടങ്ങി. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ പതുക്കെ എറണാകുളത്തേക്ക് താമസം മാറ്റി. അപ്പോൾ കോമഡി ഫെസ്റ്റിവലിലൊക്കെ പിന്നെ വന്നു തുടങ്ങിയല്ലോ സപ്പോർട്ട് ചെയ്യാനൊക്കെ. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് പൈസ അങ്ങനെ കിട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് മെല്ലെ മാറി എറണാകുളത്തേക്ക് വാടകയ്ക്ക്. പിന്നെയാണ് എന്നെ KS പ്രസാദ് ചേട്ടനാണ് എന്നെ ഒരു ടീമിൽ നിൽക്കാൻ വേണ്ടി വിളിക്കണേ, കൊച്ചിൻ ഗിന്നസ്. അപ്പൊ ഏകദേശം ഞാൻ ഇങ്ങനെ സ്കിറ്റൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ പ്രസാദൻ പറഞ്ഞു, നിനക്ക് ഇങ്ങനെ ടീമിൽ നിൽക്കാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ അങ്ങനെ ടീമിൽ നിൽക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എങ്ങനെയാ വെച്ചെങ്കിൽ നമുക്ക് കൂടെ അമ്മേനെയും അച്ഛനെയും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വണ്ടിയിൽ 22 ആർട്ടിസ്റ്റ് ഉണ്ട് പ്രസാദേട്ടന്. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ മാത്രമേ പോവുള്ളൂ, അതിനുള്ള ഫെസിലിറ്റി അതിലുള്ളൂ വണ്ടിയിലേക്ക്. അപ്പോൾ നമ്മൾ അമ്മയെ കൊണ്ടുകൊണ്ട് പറയുമ്പോൾ അങ്ങനെ പലർക്കും അമ്മ ഡാൻസ് കുട്ടികളുണ്ട്, സ്കിറ്റ് ചെയ്യണ വേറെ കുട്ടിയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അമ്മയെ കൊണ്ടുവരണം അച്ഛനെ കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഞാൻ പ്രസാദേട്ടൻ്റെ ടീമിലേക്ക് വന്നപ്പോഴാണ് അമ്മേനെയും കൂടെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നത്, 10 വർഷം മുന്നേ. ഓ, അപ്പോൾ അമ്മയടുത്ത് ഡയലോഗ് അടിച്ചു തുടങ്ങിയോ, ഞാൻ നോക്കിക്കോളാം കാര്യങ്ങളൊക്കെ? അതല്ലെങ്കിൽ എനിക്ക് അമ്മേനെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ തന്നെ അമ്മോട് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ പുലർച്ചെ എഴുന്നേറ്റ് പോവും വാടക കിട്ടുന്നത്. ഈ വീട്ടിൽ സ്ഥിരം നിൽക്കണിട്ട് മുമ്പത്തെ കാര്യം കേട്ടോ ഞാൻ പറയണേ. 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും മഴയത്ത് അങ്ങനെ പുതച്ചു മൂടി ഉറങ്ങുമല്ലോ. പുലർച്ചെ 5 മണിക്കൊക്കെ മഴ പെയ്യുമ്പോൾ ഞാനും അമ്മയും കൂടെ കുട പിടിച്ച് പണിക്ക് പോയിരിക്കും പുലർച്ചെ. കാരണം അവർ ബ്രാഹ്മണരാണ്, അവർക്ക് നേരത്തെ അടിച്ചു വാരി തുടയ്ക്കണം. അങ്ങനെ ചിട്ടകളാണ്. ഇപ്പോഴാണ് ചിട്ട കുറഞ്ഞിട്ടുണ്ടാവും. പണ്ട് ബ്രാഹ്മണരിന് ഭയങ്കര ചിട്ടയാണ്. അവർക്ക് രാവിലെ വിളക്ക് വയ്ക്കണം. അത് വേണമെങ്കിൽ നമ്മൾ അടിച്ചു വാരി തുടച്ച് എല്ലാം വൃത്തിയാക്കി വെച്ചാലേ അവർക്ക് വിളക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പുലർച്ചെ
5 മണിക്ക് എഴുന്നേറ്റ് പോവും. ഉം. അപ്പോൾ കുറച്ച് നടക്കണം അവരെ വീട്ടിലേക്ക്. അപ്പം നമ്മൾ നടക്കണേ. അപ്പം 5:30 ആവും വരെ വീട്ടിലെത്തുമ്പോൾ. അപ്പം ഈ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എല്ലാം ഞാനും അമ്മയും കൂടെ കൈ പിടിച്ച് ഇങ്ങനെ മഴയാണെങ്കിലും ഇടിയാണെങ്കിലൊക്കെ പോവും. അങ്ങനെ 5:30 അവരെ വീട്ടിലെത്തും. പിന്നെ പണി തുടങ്ങും. അടിച്ചു വാരി തുടയ്ക്കുക, വിറ്റടിക്കുക, അങ്ങനെയുള്ള. മായ പറയുമ്പോൾ ഞാനത് സങ്കല്പിക്കാം. നിങ്ങൾ രാവിലെ അപ്പോൾ ഒരു വീട്ടിൽ എഴുന്നേറ്റുണ്ടാവില്ലേ മഴ പെയ്യുമ്പോൾ, നല്ല ഉറക്കായിരിക്കില്ലേ. അപ്പം അമ്മ അവരെല്ലാവരും ഉറങ്ങുമായിരിക്കുമല്ലേ എങ്ങനെ. അപ്പം അമ്മ ഇങ്ങനെ, ഞാൻ എപ്പോഴും കാണുന്നത് അമ്മ ഇങ്ങനെ പാത്രം കഴുകണതും ഇതും. അതുപോലെ ഓരോ വീട്ടിലും ഓരോ സോപ്പ് പൊടിയായിരിക്കും. അപ്പോൾ എല്ലാ സോപ്പ് പൊടി അമ്മ അലക്കണല്ലോ. അങ്ങനെ അമ്മയുടെ കൈയൊക്കെ ഇങ്ങനെ മൊത്തം തൊലിയൊക്കെ പോയി ഇങ്ങനെ ചീഞ്ഞിരിക്കണായിരിക്കും സത്യമായിട്ടും. അമ്മയുടെ ഇവിടെ, അതായത് പല സോപ്പിനും പല നമുക്ക് പറ്റില്ല. കാരം ഉള്ളതുണ്ടാവും, കാരമില്ല, എല്ലാം ഉണ്ടാവും. അപ്പം അമ്മയുടെ കൈ എപ്പോഴും ഇരിക്കുക ഇങ്ങനെ തോലൊക്കെ പോയി. അങ്ങനെയാണ് ഞാൻ അമ്മേനെ കാണുന്നത്. നമ്മുടെ ബോധം വരുമ്പോൾ ഞാൻ അമ്മയെ കാണുന്നത് നമ്മുടെ കൈയൊക്കെ. എന്നാലും അത് വെച്ച് അമ്മ പണിയെടുക്കും, എടുക്കാണ്ട് നിവൃത്തിയില്ല. അപ്പോഴാണ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞത് ഞാൻ സഹായിക്കാൻ നിൽക്കട്ടെ. അപ്പം അമ്മ പറഞ്ഞു, നീ എന്ത് സഹായിക്കണം, 5ാം ക്ലാസ്സിൽ പഠിക്കണ, എന്താ അപ്പം സഹായിക്കുക, ഒന്നും വൃത്തിയാവില്ല ചെയ്താ. ഞാൻ പറഞ്ഞു അല്ല നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പിന്നെ ഇവരുടെ വീട്ടിലേക്ക്, ഈ ബ്രാഹ്മിൺസിന്റെ വീട്ടിലേക്ക് വരണത്, സ്ഥിരം നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇന്ന് ശരിക്കും അത് ബാലവേലയാണ്, പക്ഷെ അന്നതൊരു സഹായം. ബാലവേല ഞാൻ സമ്മതിക്കൂല, കാരണം ഞാനും കൂടെ അങ്ങനെ പണിയെടുക്കണോണ്ടാണ് അമ്മയ്ക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നത്. പിന്നെ ഞാനും ഒരു പെൺകുട്ടി ആയതുകൊണ്ടേ സേഫായിട്ട് നിൽക്കാനും എനിക്കൊരു വീടില്ല. അപ്പോൾ അമ്മ എന്നെ നിൽക്കുന്നത് വലിയൊരു മുസ്ലിം കുടുംബമുണ്ട്. അപ്പോൾ അവര് ഒരു ദയ തോന്നിയിട്ടാണ് അമ്മയ്ക്കൊരു സൈഡ് റൂം കൊടുക്കണേ. അപ്പോൾ അതിൽ ഞാൻ ചെന്ന് കിടക്കണേക്കാ ഭേദം എനിക്കിവിടെ നിൽക്കണതായിരുന്നു സേഫ്. ഇവിടെ ആകുമ്പോൾ ഒരു വയസ്സായ മുത്തശ്ശനും മുത്തശ്ശിയേ ഉള്ളൂ, അവരെ കൂടെ അങ്ങ് നിൽക്കാം, മക്കളൊന്നും ഇവിടെ ഇല്ല, ആരും ഇല്ല. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ നിന്ന് തുടങ്ങി. ഈ സത്യത്തിൽ സ്കിറ്റിലേക്ക് വരാൻ തന്നെ ഒരു തടസ്സമായിരുന്നത് കളറായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അത് ഭയങ്കര ഒരു വിവേചനമായിരുന്നു സത്യം പറഞ്ഞു. വിവേചനം എന്നും പറയാൻ പറ്റില്ല, അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല. ഇതിപ്പോ നമ്മളാണെങ്കിലും ചേട്ടാ ഒരു ഫിലിം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം നോക്കുക, ഇച്ചിരി ഭംഗിയുള്ള നായിക എന്നേ നമ്മൾ ഇപ്പൊ അതിന് മാറ്റം വന്നിട്ടുണ്ട്. അല്ല മീൻസ് അല്ല, ഇപ്പൊ ഭംഗിക്കല്ല പ്രാധാന്യം, അന്നത്തെ ഇന്നിപ്പോ ഒരു നായികമാരെ എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് കളറുള്ള കുട്ടികളുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോഴും ഉണ്ട്. അങ്ങനെയൊക്കെ ഇല്ലാന്നില്ല, ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഡാൻസ് ഇങ്ങനെ നിൽക്കുമ്പോൾ പറയും മായ കുഴപ്പമില്ല ചെയ്യും, പക്ഷെ കുറച്ചുകൂടെ കളറുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് നായികയാക്കാനൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. എനിക്ക് അഭിനയിച്ചാൽ മതി. അപ്പൊ ചിലപ്പോൾ ആൾ പറയും മായ പാസിങ് ഉള്ളോട്ടെ, മതി പാസിങ് ഉണ്ടല്ലോ. അങ്ങനെ എനിക്ക് അതിനോട് പ്രശ്നമില്ലായിരുന്നു. അപ്പൊ എന്നോട് തന്നെ ചിലപ്പോൾ ചേട്ടന്മാർ പറയും, എടി നിന്നെ മാറ്റിയിട്ട് അവളെ ആക്കിയിട്ടുണ്ട് കേട്ടാ, അവളാകുമ്പോൾ നമുക്ക് ഈ ക്യാരക്ടറിന് പറ്റും, കുറച്ച് കളർ ഉണ്ട് കേട്ടാ എന്നൊക്കെ. അപ്പൊ ആയിക്കോട്ടെ കേട്ടോ, എനിക്ക് ഒരു പ്രശ്നമില്ല, ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല, ഞാനുണ്ടല്ലോ അതില്. അങ്ങനെ എനിക്കതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുപോലെ ചെറുപ്പത്തിൽ എന്നെ കളിയാക്കുമായിരുന്നു. എനിക്ക് അഭിനയിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടം. അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ എന്താവാൻ ഇഷ്ടം എന്നൊക്കെ, എല്ലാവരും ടീച്ചർ ആവണം, ഡോക്ടർ ആവണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും അഭിനയിച്ചാൽ മതി എന്ന്. അപ്പം അന്നേ എന്നെ കളിയാക്കും എല്ലാവരും. അഭിനയിക്കണമെങ്കിൽ ഒക്കെ ഭംഗി വേണം, മായേ കളറ് വേണം, നീ ശോഭനേനൊക്കെ കണ്ടിട്ടില്ലേ, അവരുടെയൊക്കെ ഭംഗി വേണം. അപ്പൊ എന്നെ കളിയാക്കാന്നുള്ളതൊക്കെ ഉപരി ഞാൻ മേക്കപ്പ് ഇട്ടാൽ മതിയല്ലോ. എനിക്ക് എന്നെ കളിയാക്കണതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു, എനിക്ക് അഭിനയിച്ചാൽ മതി. സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് തരിക എന്ന് പറയുന്നത് സീമ ചേച്ചി ഒരു പക്ഷെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ. ചേച്ചി എന്നെ ആദ്യമായിട്ട് വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞത് മണി മായമ്പള്ളി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, നാടകത്തിലൂടെ വന്ന് ഇപ്പൊ സീരിയലിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അവര് പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി, അവരെന്നെ ചേച്ചിക്ക് നന്നായിട്ട് അറിയാം, നാടകത്തിൽ നിന്ന് വന്ന അവരെ ഫാമിലി അറിയാം, അവർക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി വീട് വെക്കാൻ വേണ്ടി നോക്കിയത്. അപ്പോഴാണ് വിജയകുമാരി അമ്മ ഇങ്ങനൊരു കാര്യം പറഞ്ഞത്, ഒരു അമ്മയും മോളും ഉണ്ട്, അവർക്ക് ആരുമില്ല സഹായിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ചേച്ചി എന്നെയും കൂടെ പരിഗണിച്ചേ. അപ്പൊ ചേച്ചി പറഞ്ഞു എനിക്ക് പറ്റുമോന്നൊന്നും അറിയില്ല മായ എന്ന്, കാരണം നിനക്ക് സ്ഥലം പോലും ഇല്ല, അതുകൊണ്ട് പറ്റുമോന്ന് അറിയില്ല, ഞാൻ പറ്റുമെങ്കിൽ നോക്കാം എന്ന് ചേച്ചി പറയുക ചെയ്ത്. ആഗ്രഹിക്കരുത്, പറ്റുമെങ്കിൽ നോക്കാം എന്നേ പറഞ്ഞു. അവിടുന്ന് ഒരു 6 മാസം 7 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചേച്ചി എന്നെ വിളിക്കണേ, ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്.
അങ്ങനെയാണ്. എന്നിട്ട് നല്ലൊരു വീട് അതിനകത്ത്. അത് ചേച്ചിന് എനിക്ക് ഭയങ്കര അതിശയം തോന്നിയത് എന്താന്ന് വെച്ചാൽ, ആദ്യം ഒരാൾ നമ്മളെ സഹായിക്കാന്നാ പറഞ്ഞേ, ഒരു ചാരിറ്റി ട്രസ്റ്റ്, അയാൾ മാത്രം. അവർ പറഞ്ഞു ആ ഒരു ഫാമിലി, അവർ 2 പെൺകുട്ടികളും ഹസ്ബൻഡും വൈഫാണ്. അപ്പോൾ അവർ ചാരിറ്റി ഒരുപാട് ചെയ്യുന്നുണ്ട്, അവർക്ക് ബിസിനസ്സാണ്. അപ്പോൾ അവർ പറഞ്ഞു മായയ്ക്ക് ഞാൻ വീട് വെച്ച് തരും എന്ന് പറഞ്ഞ് 14 ലക്ഷമാണ് അവരെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ സീമ ചേച്ചി പറഞ്ഞു വളരെ കൊച്ചു വീടായിരിക്കും, 14 ലക്ഷം ബഡ്ജറ്റുള്ള ചേച്ചി, എനിക്ക് എന്തായാലും കുഴപ്പമില്ല. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ സ്ഥലം മേടിച്ചിട്ട് തറ പണിത് കഴിഞ്ഞപ്പോൾ അവർ 1.5 ലക്ഷമാണ് തറ പണിയാൻ വേണ്ടി നമുക്ക് തന്നത്. ആദ്യം ഈ ഫാമിലി തന്ന് നമ്മൾ ആ 1.5 ലക്ഷം കൊണ്ട് തറ പണിതിട്ട് പിന്നെ അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഒരു 7-8 മാസം ആ തറ അങ്ങനെ കിടന്നു, കാട് പിടിച്ച് അങ്ങനെ കിടന്നു. അവർ ബിസിനസ് എന്തോ ഡള്ളാവുകയെ അങ്ങനെ എന്തൊക്കെയോ ചെയ്തപ്പോൾ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഉണ്ടായത്, അല്ലാണ്ട് വേണമെന്ന് വെച്ചിട്ടല്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇനിയിപ്പോൾ ഇത് നടക്കുമെന്ന് തോന്നണില്ല, നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. ഞാൻ പറഞ്ഞു ഇനി എന്ത് വഴിയാ, കുഴപ്പമില്ല ചേച്ചി, നമുക്ക് എറണാകുളത്ത് ഒരു സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടല്ലോ. ഞാൻ ഒന്നുമില്ലാത്തടത്തുനിന്ന് നമുക്ക് എറണാകുളത്ത് ഒരു സെന്റ് സ്ഥലമില്ലേ, 5 സെന്റ്, അതന്നെ ധാരാളമാണ് ചേച്ചി, വിഷമിക്കണ്ട. പക്ഷെ ചേച്ചി ഏറ്റെടുത്ത ഒരു കാര്യം, ചേച്ചി പറഞ്ഞു ഞാൻ ഏറ്റെടുത്തില്ലേ, ഞാനത് ചെയ്യും എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് ഒരുപാട് മലയാളീസ് ഉണ്ടല്ലോ പുറത്തൊക്കെ, അവരടുത്തൊക്കെ അങ്ങനെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ചേച്ചി എന്നെ കൊണ്ടുപോയിട്ട് കരൂർ വൈശ്യ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിച്ചു. ചേച്ചി പറഞ്ഞു ഇതിൽ നിന്നെ ആരൊക്കെ സഹായിക്കും എന്ന് എനിക്കറിയില്ല, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ സഹായിക്കുന്നവരടുത്തൊക്കെ ഞാൻ ഈ അക്കൗണ്ട് നമ്പറാണ് കൊടുക്കണേ. ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ അല്ല ചേച്ചി കൊടുത്തേ, ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തൂടെ, അതിലേക്ക് എത്ര പൈസ വരുന്നുണ്ടോ എന്തോന്നും നമുക്കറിയില്ല ചേച്ചി. അപ്പോൾ ചേച്ചി പക്ഷേ എന്നെയും മണി മായമ്പള്ളിയുടെ വൈഫിനെയും കൊണ്ടുപോയി, മണിച്ചേട്ടൻ്റെ വൈഫിനെ എന്നെയും കൊണ്ടുപോയി, 2 പേരും കരൂർ വൈശ്യ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിച്ചിട്ട് ആ അക്കൗണ്ടിലേക്കാണ് പൈസ വന്നത്. എന്നിട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യം, പൈസ ചിലപ്പോൾ കുറേ വരും, ചിലപ്പോൾ വരില്ല. ഇതിൽ പൈസ കുറച്ച് വന്നാൽ നീ നിന്റെ കാര്യത്തിനായിട്ട് ഒരു മുട്ടുസൂചി പോലും വാങ്ങാൻ ഇതിന്ന് പൈസ എടുക്കരുത്. നമുക്ക് ഓരോ പൈസയ്ക്കും കണക്കുണ്ട്, ആരൊക്കെ എന്തൊക്കെ കണക്ക് നമ്മളോട് ചോദിക്കും നമുക്കറിയില്ല. അതുകൊണ്ട് കണക്കെല്ലാം കൃത്യമായിരിക്കണം. ഒരു 10 രൂപ പോലും നീ ഇന്ന് എടുക്കരുത് എന്ന് പറഞ്ഞു. ഇല്ല ഞാൻ എടുക്കില്ല പറഞ്ഞു. എനിക്ക് പൈസയ്ക്ക് അന്നും ഇല്ല ആഗ്രഹം, ഇന്നും ഇല്ല. അപ്പോൾ അങ്ങനെ കുറേശ്ശെ പൈസയായിട്ട് വന്നു. 10,000, 20,000, ചില ഫാമിലി 30,000 സഹായിക്കും. അങ്ങനെ കുറച്ചായിട്ടാണ് നമ്മൾ വീടിൻ്റെ പണി തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നെയോ? ആ, ഈ കോളിൽ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ, ഓ സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടേ? അല്ല, അവള് സ്വന്തമായിട്ടേ എന്റെ ഭാഗത്തുനിന്ന് അല്ല, സ്വന്തമായിട്ട് അധ്വാനിച്ചാണ് വീടുണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കിയ വീടാണല്ലോ. അത് തീർച്ചയായിട്ടും അവള് സ്വന്തമായിട്ട് അധ്വാനിച്ച് അവളൊരു അറിയപ്പെടുന്ന കുട്ടിയായി വന്നപ്പോഴാണെങ്കിലോ ഇങ്ങനത്തെ ഒരു മായ ഞാൻ അറിയുന്നത്. അങ്ങനെ ഒരു മായയുടെ കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോഴാണല്ലോ ഇങ്ങനെയൊരു മായക്കായിട്ട് മായയുടെ അധ്വാനത്തിൽ ഒരു വീടുണ്ടായത്. അത് തന്നെയാണ് പറഞ്ഞത്. ചേച്ചി പെട്ടെന്ന്, അതാണ് നമ്മള് ചേച്ചി എന്നെ ഞാൻ പറയണൊക്കെ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് വാടക വീട്ടിലേക്ക് ഓടി വന്ന ആളാണ്. അതെ അതെ. നീ എവിടെ ഉണ്ട് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ട്. എവിടെ? കലൂരോ? അതെ. അപ്പൊ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഞാനങ്ങ് വിറച്ചിട്ട്, എന്താന്നറിയോ, ഒന്നുമില്ല കഴിക്കാൻ കൊടുക്ക. അതെ, അതെന്തിനാ കഴിക്കാനൊന്നും ഒന്നും തരണമെന്നൊന്നുമില്ല. എന്നോട് ഒരുപാട് പേര് പറഞ്ഞല്ലോ, കാരണം എന്തിനാണ് മായയ്ക്ക് വീട് വെച്ച് കൊടുക്കുന്നതെന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു. അപ്പൊ മായ എങ്ങനാ താമസിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയണ്ടേ, അതിനല്ലേ ചേച്ചിയെന്ന് ഓടി വന്നേ. കാരണം നാളെ ഒരിക്കൽ ചേച്ചിയെ കുറ്റപ്പെടുത്തരുതല്ലോ. കാരണം ഇത്രയും സൗകര്യവും ഇത്രയും സാമ്പത്തിക സ്ഥിതിയിലും താമസിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ എന്തിനിത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വ്യക്തമായ ഉത്തരം പറയാനുണ്ടാവണം, എന്തുകൊണ്ട് നമ്മളത് ചെയ്തു എന്ന്. അപ്പൊ ഇപ്പോഴും ആൾക്കാർ, 100 കണക്കിന് ആൾക്കാർ, കഴിഞ്ഞ ദിവസം നിന്റെ ഇന്റർവ്യൂവിന്റെ താഴെയാണെന്ന് തോന്നുന്നു, ഈ സ്ത്രീ പണക്കാരികൾക്ക് മാത്രമേ വീട് വെച്ച് കൊടുക്കുകയുള്ളൂ. ഞാൻ കണ്ടതാണ് കമന്റ്. ഇവർ ഈ കാണിക്കുന്നതൊക്കെ വെറും ഇത് മാത്രം, വെറും ജാട മാത്രമാ. അവരുടെ മനസ്സിൽ ഒട്ടും ആത്മാർത്ഥതയില്ല. സിനിമാക്കാർക്ക് മാത്രമേ അവര് വീട് വെച്ച് കൊടുക്കുകയുള്ളൂ എന്നപ്പോ അതിന്റെ താഴെ ഞാൻ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്, സിനിമാക്കാർക്ക് മാത്രമേ ഞാൻ വീട് വെച്ച് കൊടുക്കുകയുള്ളൂ, ഇനിയും ഞാൻ വീട് വെച്ച് കൊടുക്കും എന്ന് ഞാൻ അതിന്റെ താഴെ കമന്റും ഇട്ടിട്ടുണ്ട്.
അപ്പൊ ഈ അതായത് നമ്മള് പണക്കാരികൾക്ക് മാത്രം, കാരണം ഇവിടെ യൂസഫ് അലി സാറിനും ജോയി ആലുക്കാസിനും കല്യാൺ സിൽക്സിനും ഒക്കെ ഞാനാ വീട് വെച്ച് കൊടുക്കുന്നതേ. അല്ല ഇനി എന്ത് ചെയ്യാനാ, ഞാൻ അത് പറയാൻ വേണ്ടി പോയപ്പോ ഇനി അല്ല ഒരു കാര്യത്തിലേക്ക് സന്തോഷമുണ്ട്, അപ്പൊ ഞാൻ പണക്കാരി ആയിരിക്കുന്നു. ഓ ഗ്രേറ്റ്. നീ മാത്രമല്ല പണക്കാരികൾക്കെന്നാ പറഞ്ഞത്. അപ്പൊ നീ നമ്മുടെ മണിച്ചേട്ടന്റെ വൈഫ് കുമാരി പണക്കാരിയാ, ശരണ്യ പണക്കാരിയാ. അപ്പൊ ഇതൊക്കെ പിന്നെയും ഉണ്ട് കമന്റ്സ്. അതൊന്നും ഇപ്പം നിന്റെ നല്ലൊരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിൽ ഞാൻ ഇത് കയറി കിടന്ന് പറയുന്നില്ല. ഞാൻ ചോദിച്ചു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്. ദാരിദ്ര്യം ചോദിച്ചാലും ദാരിദ്ര്യം പറഞ്ഞാലും ചിരിച്ചുകൊണ്ടേ പറയുള്ളൂ. സത്യത്തിൽ സീമ ചേച്ചി മനസ്സിലാക്കിയ ഒരു മായക്ക് അല്ലാത്തൊരു ഫേസ് ഉണ്ടോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം. അല്ല, അതെന്താന്ന് വെച്ചാൽ നമ്മൾ ചിരിച്ചോണ്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു 99% ആൾക്കാർക്കും ഒരുപാട് ദുഃഖങ്ങൾ പിന്നിലുണ്ടാവും. അങ്ങനെ ആരെങ്കിലും, ഇപ്പൊ മായയല്ല, അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചിരിക്കുകയോ ചിരിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെ എപ്പോഴും സന്തോഷവതിയായിട്ട് സംസാരിക്കുന്നുവെങ്കിൽ, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താ പറയുന്നത്, ഒരു കെട്ട് ദുഃഖങ്ങളുടെ പാണ്ടക്കെട്ടുണ്ടാവും. അത് അഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ എങ്ങും നിൽക്കില്ല. അതുകൊണ്ട് അതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നത്. അല്ല, അത് ശരിയാണ് ചേച്ചി പറഞ്ഞത്. കുറേ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു, അതായത് ഒരു 10-32 കൊല്ലത്തെ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ദുഃഖങ്ങളല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയത് കൊണ്ടാന്ന് തോന്നുന്നു. എനിക്ക് അഭിനയിക്കാൻ വരാൻ സാധിച്ചതാണ്. ആ ദുഃഖങ്ങളൊക്കെ ഇപ്പൊ ചിരിയായി മാറാൻ കാരണം എനിക്ക് അത്രയ്ക്കും പ്രാന്തായിരുന്നു അഭിനയിക്കാൻ. അപ്പോൾ ഇതെങ്കിലും എത്തിയില്ലേ എന്നുള്ളൊരു, ഇത്രയെങ്കിലും എനിക്ക് എത്താൻ സാധിച്ചല്ലോ, അതാണ് ആ ദുഃഖങ്ങളൊക്കെ മാറ്റാനുള്ള ഏറ്റവും വലിയ മരുന്ന്. നമ്മള് ഒറ്റയ്ക്ക് ഒരു കാര്യം ആലോചിച്ച് ദുഃഖിച്ചൊരു മൂലയിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആയി പോവത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മള് എന്താ പറയുന്നത്, ബിസി ആകാൻ ശ്രമിക്കുക. അഭിനയം എന്ന തൊഴിലും കൂടെ സ്വീകരിച്ചത് കൊണ്ടാണ് ഒരുപാട് ദുഃഖങ്ങൾ നിനക്ക് ഇങ്ങനെ ആക്കാൻ സാധിക്കുന്നത്. ആയിരിക്കും. അങ്ങനെ തുടരട്ടെ ചേച്ചി, ഇത് നന്നായിട്ട് പോട്ടെ. സിനിമയിലൊക്കെ നല്ല റോള് കിട്ടേണ്ട ആളാണ്, കിട്ടും. അപ്പൊ ചേച്ചി വന്നതിന് താങ്ക്സ് ചേച്ചി, നന്ദിയുണ്ട്. നമുക്ക് കാണാം. ഒരുപാട് സന്തോഷം ചേച്ചി, നമ്മളുടനെ കാണാം. ഞാൻ ചോദിക്കാൻ ശ്രമിച്ച ഒരു കാര്യം തന്നെ ചേച്ചി ചോദിച്ചു. ഉള്ളിൽ ഇങ്ങനെ ദുഃഖങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടാവുക എന്നുള്ളത്. പക്ഷെ മായ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് ഇതില്ല, ഉള്ളിലൊന്നും ഇല്ല എന്നുള്ളത്. ഇല്ല, ഉള്ളിൽ ആ ദുഃഖങ്ങളൊക്കെ, കടന്നുപോയ ദുഃഖങ്ങളൊക്കെ എനിക്കിപ്പോ സന്തോഷങ്ങളാണ്. അതൊക്കെ ലൈഫിൽ ഓരോ പാഠങ്ങളായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ആ ദുഃഖങ്ങളൊക്കെ നന്നായി. അപ്പോൾ ദൈവം അത്രയും കഷ്ടപ്പാട് തന്നത് ഇപ്പൊ ഇവിടെ ഇരിക്കാനാണ് എന്നാലോചിക്കുമ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് ക്യാമറയുടെ ഒരു കാലത്ത് ഷൂട്ടിംഗ് കാണാൻ കൊതിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ ഒന്നും ആരും കൊണ്ടുപോകാനൊന്നും ഇല്ല നമ്മളെ. അപ്പോൾ ആ സ്ഥാനത്ത് മായ, ഇനി മായയുടെ ക്ലോസ് ആണ് കേട്ടോ എന്ന് പറയുന്നൊരു ക്യാമറ വെച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ അതാണ്, അയ്യോ അതെന്റെ ഭയങ്കര സന്തോഷം. എനിക്ക് ഇനി മായയുടെ ക്ലോസ് ആണേ, ടച്ച് ചെയ്തോളൂ എന്ന് പറയുന്ന, അപ്പൊ ആ ക്യാമറ ക്ലോസ് ചെയ്യാണ് എന്നെ. ആ ക്യാമറയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അടിപൊളി. എനിക്ക് ഭയങ്കര, അതാ ഞാൻ ചേട്ടനോട് പറഞ്ഞാൽ, ഇപ്പോഴും ഇപ്പൊ സിനിമയിലോ സീരിയലിനെ കുറിച്ചിട്ട് പറയണ മായ പാസിംഗ് ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ ഡയലോഗേ ഉള്ളേ, ചെയ്യോ, പിന്നെ അവന് ഭയങ്കര സന്തോഷമാണ്.